മുസ്ലിം ലീഗ് രാജ്യസഭാ സ്ഥാനാർത്ഥിയെ അതേസമയം ഇന്ന് പ്രഖ്യാപിക്കും. തിരുവനന്തപുരത്ത് വെച്ചായിരിക്കും പ്രഖ്യാപനം. സുപ്രീം കോടതി അഭിഭാഷകനായ ഹാരിസ് ബീരാനെയാണ് ലീഗ് പരിഗണിക്കുന്നത്. CV അനുമോദ് ചേരുന്നു. അനുമോദ്, അത് പൂർണ്ണമായും ഹാരിസ് ബീരാൻ എന്ന ഒറ്റ പേരിലേക്ക് എത്തിയിട്ടുണ്ടോ? പ്രത്യേകിച്ചും യൂത്ത് ലീഗ് ഉൾപ്പെടെ അവകാശവാദവുമായി രംഗത്തെത്തിയിരുന്നല്ലോ. എൽദോ, ഗുഡ് മോർണിംഗ്. യൂത്ത് ലീഗിന്റെ ഈ ഒരു ആവശ്യം ഇത്തവണയും നേതൃത്വം കാര്യമായി പരിഗണനയ്ക്കെടുക്കുന്നില്ല, അല്ലെങ്കിൽ എടുത്തിട്ടില്ല എന്ന് തന്നെയാണ് ഏറ്റവും അവസാനമായിട്ട് നമുക്ക് ലഭിക്കുന്ന വിവരം. യൂത്ത് ലീഗിന്റെ ആവശ്യം ന്യായമാണെങ്കിലും ഈ ഒരു സാഹചര്യത്തിൽ ഹാരിസ് ബീരാന് ആ സീറ്റ് നൽകേണ്ടി വരുന്നു എന്ന തരത്തിലാണ് ലീഗ് നേതൃത്വത്തിന്റെ ഒരു മറുപടി അവർക്ക് ലഭിച്ചിട്ടുള്ളത്. യൂത്ത് ലീഗിന് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് കൂടുതൽ പരിഗണന നൽകാവുന്നൊരു ഉറപ്പും നൽകുന്നുണ്ട്. സ്വാഭാവികമായിട്ട് വലിയ പ്രതിഷേധം യൂത്ത് ലീഗിൽ നിന്ന് ഉയരുന്നുണ്ട്. പക്ഷേ മറ്റ് പാർട്ടികളെ പോലെ പരസ്യമായ ഒരു പ്രതികരണത്തിനോ പ്രതിഷേധത്തിനോ യൂത്ത് ലീഗ് മുതിരില്ല എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. രണ്ട് കാര്യങ്ങളാണ് പ്രധാനപ്പെട്ടതായിട്ടുള്ളത്. ആദ്യമായിട്ടാണ് പാണക്കാടിന് പുറത്ത്, അതായത് മലപ്പുറത്തിന് പുറമെ നിന്ന് ഒരു പ്രഖ്യാപനം, ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ലീഗ് നടത്തുന്നത് തിരുവനന്തപുരം പാണക്കാട് ഹാളിൽ വെച്ചാണ്. സാധുക്കളി ക്ഷേത്രങ്ങളടക്കമുള്ളവ തിരുവനന്തപുരത്ത് എത്തിച്ചേർന്നിരിക്കുന്നു. നിയമസഭാ സമ്മേളനം നടക്കുന്ന സാഹചര്യത്തിലാണ് അത്തരത്തിലൊരു തീരുമാനമെടുത്തിരിക്കുന്നത് എന്നാണ് അറിയുന്നത്. PK കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള മുതിർന്ന നേതാക്കളെല്ലാം ഇന്ന് തിരുവനന്തപുരത്താണുള്ളത്. അപ്പോൾ അതിന് മുമ്പായിട്ടുള്ള യോഗങ്ങളുണ്ട്, തീരുമാനം എടുക്കുന്നതിന് മുൻപുള്ള ആലോചന യോഗങ്ങളുണ്ട്, അതെല്ലാം തിരുവനന്തപുരത്താണ് ചേരുന്നത്. ആ സാഹചര്യത്തിലാണ് തിരുവനന്തപുരത്ത് വെച്ച് ഈ ഒരു പ്രഖ്യാപനം നടത്തുന്നത്. ഹാരിസ് ബീരാന്റെ പേര് ഏകദേശം തീരുമാനമായിട്ടുണ്ട്. യൂത്ത് ലീഗിന്റെ ഭാഗത്തുനിന്നും പാർട്ടിയിലെ മുതിർന്ന നേതാക്കളുടെ ഭാഗത്തുനിന്നൊക്കെ ഈ ഒരു സീറ്റിന് വേണ്ടി വലിയ ആവശ്യം, സമ്മർദ്ദം ഉയർന്നിരുന്നു. പക്ഷേ ലീഗ് നേതൃത്വം ഹാരിസ് ബീരാനൊപ്പമാണ് ഈ ഒരു കാര്യത്തിലെന്നാണ് അറിയുന്നത്. എന്നാണെങ്കിലും ഉച്ചയോടെ ഇക്കാര്യത്തിൽ പ്രഖ്യാപനം ഉണ്ടാകും. വലിയ പ്രതിഷേധങ്ങൾ, പരസ്യമായ പ്രതിഷേധങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ യൂത്ത് ലീഗിന്റെ ഭാഗത്തുനിന്നും ഈ തുടർച്ചയായി അവർക്ക് നിരാകരണം മാത്രമാണ് ലഭിക്കുന്നത് എന്നൊരു ആക്ഷേപം അതൊരു വ്യാപകമായിട്ട് ഉയരുന്നുണ്ട്. എന്ത് മറുപടി ആയിരിക്കും നേതൃത്വം അവർക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ പരിഗണന നൽകാമെന്നതിനപ്പുറം മറ്റെന്തെങ്കിലും ഉറപ്പുകൾ നൽകുമോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. എന്താണെങ്കിലും ഉച്ചയോടെ ആയിരിക്കും ഈ ഒരു പ്രഖ്യാപനം ഉണ്ടാവുക. എഴുതും. ശരി, എന്താണ് ലീഗിന്റെ രാജ്യസഭാ സ്ഥാനാർത്ഥി പ്രഖ്യാപനം അതിനുണ്ടാവും. തിരുവനന്തപുരത്തായിരിക്കും പ്രഖ്യാപനം. യൂത്ത് ലീഗിന്റെ ആവശ്യം കാര്യമായി പരിഗണിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഹാരിസ് ബീരാൻ തന്നെ രാജ്യസഭയിലേക്ക് പോകും ലീഗിന് വേണ്ടി എന്നാണ് CB അനുമോദ് പറയുന്നത്. ലോക്സഭാ